കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതായത് എന്താണ്, ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ. അതായത് V = W/Q അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് പഠിച്ചു. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആണെന്നും പഠിച്ചു. പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോയിലേക്ക് സ്വാഗതം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന ടോപ്പിക്കും ഏതാനും പ്രോബ്ലംസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 പോയിന്റ് എടുക്കാം. ഒരു പോയിന്റിനെ A എന്നും മറ്റേ പോയിന്റിനെ B എന്നും കൊടുക്കുന്നു. നമുക്കിവിടെ 2 പോയിന്റ് ഉണ്ട്. ഇനി ഈ 2 പോയിന്റിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ പൊട്ടൻഷ്യൽ VA ആണെന്നും ബിയുടെ പൊട്ടൻഷ്യൽ VB ആണെന്നും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് എയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ B എന്ന പോയിന്റിലോട്ട് കൊണ്ടുവരേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന്. ഇതിൽ A എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ VA ആണെന്നും B എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ VB ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എഴുതും? ഫൈനൽ പൊട്ടൻഷ്യൽ ഇവിടെ എന്താണ്, VB മൈനസ് VA ആണ് അല്ലേ. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നത് വർക്ക് ഡൺ ആണല്ലേ. അപ്പം നമുക്ക് നേരത്തെ അറിയാം പൊട്ടൻഷ്യൽ ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ് അല്ലേ. അപ്പോൾ A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാം, WAB എന്ന് എഴുതാം. A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം, ചാർജ് Q എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും WAB എഴുതാം. അതായത് വർക്ക് ഡൺ എഴുതാം. എങ്ങനെ എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Q ഇൻറ്റു VB മൈനസ് VA. ഓക്കെ, അപ്പോൾ A എന്ന പോയിന്റിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ B എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം WAB ഈക്വൽ ടു Q ഇൻറ്റു VB മൈനസ് VA. ഇനി നമുക്ക് തിരിച്ച് കൺസിഡർ ചെയ്യാം. B എന്ന പോയിന്റിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജിനെ Aയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം, WBA എന്ന് എഴുതാം അല്ലേ. B എന്ന പോയിന്റിൽ നിന്നും A എന്ന പോയിന്റിലോട്ട് കൊണ്ടുവരുന്നത് ഈക്വൽ ടു Q ഇൻറ്റു ഇവിടെ ഫൈനൽ പൊട്ടൻഷ്യൽ ഏതാണ്, B എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ, A എന്ന് പറയുന്ന പോയിന്റാണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യലാണ് VA. അപ്പോൾ നമുക്ക് എങ്ങനെ മാറും, VA മൈനസ് VB എന്നാകും. നമുക്ക് അറിയാം ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലോട്ട് പോകാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ഫൈനൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ്. ഇനി നമുക്ക് മറ്റൊരു കോൺസെപ്റ്റും കൂടെ പഠിക്കാം.
ഇവിടെ എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മൂവ് ചെയ്യിച്ച് ബിയിലോട്ട് കൊണ്ടുവരാം. അതായത് ഇങ്ങനെ ഒരു പാത്തിൽ കൂടെ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്തിൽ കൂടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ കൂടെ കൊണ്ടുവരാം. ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമുക്ക് പാത്ത് 1 ആണെന്ന് കൊടുക്കാം, ഇത് പാത്ത് 2, ഇത് പാത്ത് 3. അപ്പം ഏത് വഴി കൂടെ അല്ലെങ്കിൽ ഏത് പാത്തിൽ കൂടി നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിച്ചാലും അവിടെ എല്ലാം എന്ത് സെയിം ആണ്, വർക്ക് സെയിം ആണ്. അതായത് ഏതൊരു പാത്തിൽ കൂടെയും മൂവ് ചെയ്യിച്ചാൽ, അതായത് പാത്ത് 1-ൽ കൂടെ ആയാലും പാത്ത് 2-ൽ കൂടെ ആയാലും പാത്ത് 3-ൽ കൂടെ ആയാലും എല്ലാം വർക്ക് സെയിം ആണ്. അപ്പോൾ ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അത്തരം ഫോഴ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് പറയും, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും അല്ലേ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അത്തരം ഫോഴ്സിന് നമ്മൾ എന്താ വിളിക്കുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാണ്, കൺസർവേറ്റീവ് ഫോഴ്സാണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാത്തിൽ കൂടെ പോയാലും അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഇനി ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, തുടങ്ങിയ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് അത് എവിടെ അവസാനിക്കും, അതേ പോയിന്റിൽ തന്നെ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോസ്ഡ് പാത്ത് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അറിയാം, വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, Q ഇൻറ്റു ഫൈനൽ പോയിന്റ് നമുക്ക് ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ അല്ലേ, ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. ഇതിപ്പോൾ നോക്കൂ, ഈ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്നായതുകൊണ്ട് ഇവിടുത്തെ ഫൈനൽ പൊട്ടൻഷ്യലും ഇനിഷ്യൽ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയ എന്ത് ചെയ്യും, ഇവിടെ 0 വരും അല്ലേ. അപ്പോൾ Q ഇൻറ്റു 0 വരും. അപ്പോൾ വർക്ക് ഡൺ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്, 0 ആണ്. കാരണം ഇവിടുത്തെ ഫൈനൽ പോയിന്റും ഇനിഷ്യൽ പോയിന്റും ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ പ്രകാരം W എന്ന് പറയുന്നത് Q ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ എന്തായി മാറും, വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്തിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് കടക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ എ സെക്ഷനാണ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കൂളോം located 9 cm away. B part, hence obtain the work done in bringing a charge of 2 × 10⁻⁹ coulomb from infinity to a point P. Does the answer depend on path along which the charge is brought? അപ്പോൾ നമുക്ക് ആദ്യത്തെ എ പാർട്ടിലോട്ട് കടക്കാം. ആദ്യത്തെ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അപ്പോൾ Q തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ Q ഈക്വൽ ടു 4 × 10⁻⁷ കൂളോം. പിന്നെ തന്നിട്ടുള്ളത് അതിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്, അതായത് R തന്നിട്ടുണ്ട്, 9 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു 9 cm, അതായത് 9 × 10⁻² മീറ്റർ. ഇനി നമുക്ക് അതിൽ കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യലിൻ്റെ നമുക്ക് ഫോർമുല നമുക്കറിയാം, V = 1/4πε0 Q / R. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. V = 1/4πε0ൻ്റെ വാല്യൂ, അതായത് K ആണ്. Kയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു 9 × 10⁻⁹. Qൻ്റെ വാല്യൂ 4 × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 9 × 10⁻². ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 4 × 10⁻⁴ വോൾട്ട് ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടുന്നത് 4 × 10⁻⁴ വോൾട്ട്. ഇനി നമുക്ക് ബി പാർട്ടിലോട്ട് പോവാം. എ പാർട്ടിൽ നമുക്ക് പൊട്ടൻഷ്യൽ V = 4 × 10⁻⁴ വോൾട്ട് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത് ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 × 10⁻⁹ കൂളം ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് P. അതായത് ഈ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും പോയിന്റ് Pയിലോട്ട് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Q തന്നിരിക്കുന്നത് 2 ×
10⁻⁹ കൂളോമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇൻഫിനിറ്റി പി നമുക്കറിയാം, ക്യൂ ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏതാണ്? പി ആണ് അല്ലേ? ഇൻഫിനിറ്റിയിൽ നിന്നും പിയിലോട്ട്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ വി പി എന്ന് കൊടുക്കാം. ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ നിന്നും പിയിലോട്ടാണ്. അപ്പോൾ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കറിയാം വി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? വി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ ക്യൂ ഇൻറ്റു വി പി മൈനസ് 0, അപ്പോൾ ക്യൂ ഇൻറ്റു വി പി. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁹ ആണ്. വി ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ എ പാർട്ടിൽ കണ്ടുപിടിച്ചു, 4 × 10⁻⁴. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 × 10⁻⁵ ജൂളാണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂള്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ് ക്യൂ ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. അതിൽ ഫൈനൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 4 × 10⁻⁴ ആണ്. ക്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ പാത്ത് എലോങ് വിച്ച് ദ ചാർജ് ഈസ് ബ്രോഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് പാത്തിൽ കൂടെ ആണെങ്കിലും കൊണ്ടുവന്നാലും അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 100 ജൂൾ ഓഫ് വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ 4 കൂളോം ചാർജ് ഫ്രം എ പൊട്ടൻഷ്യൽ -10V ടു അനദർ പൊട്ടൻഷ്യൽ V, then find value of V. അപ്പോൾ ഇവിടെ വർക്ക് തന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് 100 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏത് ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്കാണെന്നും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് 4 കൂളോം ആണ്. ഫ്രം എ പൊട്ടൻഷ്യൽ -10V. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിഷ്യൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് അല്ലേ? -10V. നമുക്കതിനെ V1 എന്ന് എടുക്കാം. V1 = -10V എന്ന് എടുത്തു. കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ പൊട്ടൻഷ്യലാണ്. അതായത് V2 എന്ന് കൊടുക്കാം. V2 ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ക്യൂ ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ എന്നിട്ട് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വർക്കിൻ്റെത് 100 ആണ്. 100 എന്ന് കൊടുക്കുക. ക്യൂ 4 ആണ്. V2 അറിയില്ല. V2 എന്ന് തന്നെ ഇടാം. മൈനസ് V1 എന്ന് പറയുന്നത് -10 ആണ്. ഓക്കെ. അപ്പോൾ 100 = 4 × V2 മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആണ്, +10. നമുക്ക് V2 100/4 = V2 +10. അതായത് 4നെ ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 100/4 എന്ന് പറയുന്നത് 25 ആണ്. 25 = V2 +10 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2 ആണ്. V2 = 25 - 10. എത്ര കിട്ടും? 15 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ വോൾട്ടേജ് കിട്ടി. ഫൈനൽ പൊട്ടൻഷ്യൽ കിട്ടി. എത്രയാണ്? 15 വോൾട്ട്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൈനൽ പൊട്ടൻഷ്യൽ കിട്ടും. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.